ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിൽ നമ്മൾ നല്ല വിശ്വാസങ്ങൾ നമ്മൾ എപ്പോഴും മുറുകെ പിടിക്കുക, അല്ലെങ്കിൽ നല്ല വിശ്വാസങ്ങളെ ജീവിതത്തിൽ വെച്ച് പുലർത്തുക. അതുപോലെ തന്നെ ശുഭാപ്തി വിശ്വാസങ്ങൾ എന്ത് ചെയ്യുക? ജീവിതത്തിൽ വെച്ച് പുലർത്തുക. അന്ധവിശ്വാസങ്ങൾക്ക് ജീവിതത്തിൽ സ്ഥാനം കൊടുക്കാൻ പാടില്ല. അത് ഓർത്ത് വെച്ചുകൊള്ളുക. അന്ധവിശ്വാസങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യും? ചിലപ്പോൾ പിന്നോട്ടടിച്ചേക്കാം. ജീവിതത്തിൽ നല്ല വിശ്വാസങ്ങൾക്ക് സ്ഥാനം കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളെപ്പോഴും ആത്മവിശ്വാസമുള്ളവരായിട്ട് മാറുക കേട്ടോ. ജീവിതത്തിൽ എന്ത് ചെയ്യുക? ആത്മവിശ്വാസമുള്ളവരായിട്ട് മാറുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ നമ്മൾ എന്ത് ചെയ്യുക? ആത്മവിശ്വാസത്തോടെ നേരിടുക കേട്ടോ. എപ്പോഴും മനസ്സിലാക്കണം, നമ്മൾ ജീവിതത്തിൽ പരിശ്രമിക്കുന്നുണ്ട്, നമ്മൾ ആത്മവിശ്വാസമുള്ളവരാണ് എങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ എന്തും നമ്മുടെ മുന്നിൽ എന്ത് ചെയ്യും? വഴി മാറിപ്പോകുമെന്നാണ് കേട്ടോ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? പ്രാപ്തമാക്കണം. അതിന് തൻ്റെ ഇടമുള്ള കഴിവുള്ള ഒരു മനസ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്ത് വെക്കണമെന്നാണ് കേട്ടോ. എന്തെങ്കിലും കേട്ടാൽ പതറുന്ന ഒരു മനസ്സാകരുത് നമ്മളുടേത് കേട്ടോ. മനസ്സ് നല്ല കരുത്തുള്ള മനസ്സായിരിക്കണം കേട്ടോ. ഒരു കാര്യയുടെ മനസ്സിലാക്കുക, നമ്മുടെ മനസ്സ് എന്തായിരിക്കണം? സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഒക്കെ ഒരു ഇരിപ്പിടമായിരിക്കണം നമ്മളുടെ മനസ്സ് കേട്ടോ. മനസ്സ് എന്തായിരിക്കണം? നന്മയുടെ ഇരിപ്പിടമായിരിക്കണം കേട്ടോ. നന്മയുടെ ഇരിപ്പിടമായ മനസ്സായിരിക്കണം നമ്മളുടേത്. അങ്ങനെയുള്ള മനസ്സിൻ്റെ ഉടമയെ ജീവിതത്തിൽ എത്ര വലിയ കൊടുങ്കാറ്റ് വീശിയാൽ പോലും ആ വ്യക്തി ജീവിതത്തിൽ പതറിപ്പോവുകയില്ല കേട്ടോ. ആ വ്യക്തിയെ ചലിപ്പിക്കാൻ ജീവിതത്തിൽ ഉണ്ടാകുന്ന കൊടുങ്കാറ്റുകൾക്ക് സാധ്യമല്ല എന്നാണ്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ജീവിതത്തിലെ അവസാന നിമിഷത്തിലും അല്ലെങ്കിൽ ഏത് ഘട്ടത്തിലും നമ്മൾ എന്ത് ചെയ്യുക? ക്ഷമയോടെയും വിവേകത്തോടെയും പ്രവർത്തിച്ചാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധികളെയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിവിദഗ്ധമായിട്ട് തരണം ചെയ്യുവാൻ കഴിയും കേട്ടോ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒറ്റപ്പെടലുകളെ ഒന്നും ഭയപ്പെടാൻ പാടില്ല. ജീവിതമാണ്, പലതരത്തിലുള്ള ആളുകൾ കാണും. അപ്പം അങ്ങനെയുള്ള ഈ ലോകത്ത് എന്തിയും ചിലപ്പോൾ ഒറ്റപ്പെടലുകളൊക്കെ ഉണ്ടായേക്കാം. ആ ഒറ്റപ്പെടലുകളിലൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? തളരുവാൻ പാടില്ല കേട്ടോ. സധൈര്യം എന്ത് ചെയ്യുക? ജീവിതത്തിൽ മുന്നോട്ട് പോവുക. നന്മയിലൂടെ സധൈര്യം മുന്നോട്ട് പോവുക. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളുടെ മനസ്സിൽ ഒരിക്കൽ പോലും അസൂയയ്ക്ക് സ്ഥാനം നൽകാൻ പാടില്ല. അസൂയ മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല? അസൂയ മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരിക്കൽ പോലും ജീവിതത്തിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുകയില്ല കേട്ടോ. ജീവിതത്തിൽ എന്ത് ചെയ്യാൻ കഴിയില്ല? മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഒരിക്കൽ പോലും നമ്മളുടെ മനസ്സിൽ അസൂയയ്ക്ക് സ്ഥാനം നൽകാൻ പാടില്ല കേട്ടോ. നമ്മളുടെ കഴിവിൽ നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന നന്മകളിൽ നമ്മൾ എന്ത് ചെയ്യുക? സംതൃപ്തരാകുക. നമ്മളുടെ കഴിവിൽ നമ്മൾ വിശ്വസിക്കുക. നമ്മളുടെ കഴിവിൽ നാം വിശ്വസിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, നമ്മുടെ കഴിവിൽ നമുക്ക് ഒരു നല്ല വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാകില്ല? മറ്റൊരു വ്യക്തിയിൽ അസൂയ ഉണ്ടാകില്ലെന്നാണ് കേട്ടോ. എപ്പോഴും മനസ്സിലാക്കുക, നമ്മളുടെ കഴിവിൽ നമ്മൾ വിശ്വസിക്കുക. നമ്മൾ ജീവിത വിജയം നേടുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പരിശ്രമിക്കുക. അതാണ് വേണ്ടത് കേട്ടോ. ജീവിതത്തിൽ ഒരിക്കൽ പോലും വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ജീവിതത്തിൽ അസൂയ വെച്ചു പുലർത്താൻ പാടില്ല. അസൂയ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അസൂയയിൽ നിന്നും എന്തുണ്ടാകുന്നു? അത്യാഗ്രഹം ഉടലെടുക്കുന്നു എന്നാണ്. അസൂയയുടെ ഉറവിടം എവിടെയാണ്? അത്യാഗ്രഹത്തിന്റെ ഉറവിടം എവിടെയാണ്? അസൂയയാണ്. അസൂയയിൽ നിന്നാണ് അത്യാഗ്രഹം ഉടലെടുക്കുന്നത് കേട്ടോ. അതിന് അസൂയയുടെയും അത്യാഗ്രഹയുടെയും കഥയൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി. അങ്ങോട്ടൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? അസൂയയ്ക്കോ അത്യാഗ്രഹത്തിനോ ഒന്നും സ്ഥാനം കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യുക? ഹാർഡ് വർക്ക് കൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ജീവിതത്തിൽ ക്ഷമ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക. ക്ഷമയുണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയുമെന്നാണ്. പയ്യെ തിന്നാൽ പനയും തിന്നാവുന്നതാണ്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ അക്ഷമരാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും.
മറിച്ച് നിങ്ങളുടെ മനസ്സ് നല്ല ക്ഷമയുടെ ഉറവിടമാണെങ്കിൽ, കേട്ടോ, നല്ല ക്ഷമയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. 100% ഉറപ്പ്. കേട്ടോ, നമുക്ക് ജീവിതത്തിൽ വേണ്ടത് അടിസ്ഥാന ഗുണങ്ങളാണ്. ക്ഷമ വേണം, സത്യസന്ധത വേണം, സ്നേഹം വേണം. ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സ്നേഹം എന്ന് ഞാൻ പറയുമ്പോൾ നമുക്ക് ലോകത്തുള്ള എല്ലാവരും, ഒരുപാട് വീടുകളിൽ പറഞ്ഞിട്ടുണ്ട്, ലോകത്തുള്ള എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ കഴിയുമൊന്നുമില്ല. പക്ഷെ എല്ലാവരും കോമൺ ആയൊരു സ്നേഹം, ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു സഹജീവിയാണ്, ഒരു സ്നേഹം നമുക്ക് എല്ലാവരോടും ഉണ്ടായിരിക്കണം. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. യഥാർത്ഥ ഭക്തി എന്താണെന്ന് അറിയാം. യഥാർത്ഥ ഭക്തി എന്താണ്? യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മളുടെ നന്മ നിറഞ്ഞ പ്രവൃത്തികളാണ് യഥാർത്ഥ ഭക്തി. കേട്ടോ, അതെപ്പോഴും ജീവിതത്തിൽ മനസ്സിലാക്കണം. നന്മ നിറഞ്ഞ ജീവിതത്തിലൂടെ എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. ജീവിതത്തിൽ എന്തുണ്ടാവില്ല? പരാജയങ്ങൾ ഉണ്ടായാൽ തന്നെ ആ പരാജയങ്ങൾ എന്താണ്? ആ പരാജയങ്ങൾ താൽക്കാലികമാണ്. നമ്മൾ എങ്ങോട്ട് പോകും? ആ വിജയത്തിലേക്ക് പോവുക തന്നെ ചെയ്യും. കേട്ടോ, 100%.